ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ കേരള ഗവൺമെന്റ് കീഴിലുള്ള മിക്കവാറും സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം അക്ഷയ സെന്ററിലോ കോമൺ സർവീസ് സെന്ററിലോ പോവാതെ നമുക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസ്ട്രിക്ട് എന്ന് ടൈപ്പ് ചെയ്യും. ഈ ഡിസ്ട്രിക്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും ലോഗിൻ ചെയ്യുക. ഇങ്ങനെ ഒരു പേജിലേക്ക് ലോഗിൻ ആയി കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സൈൻ ഇൻ അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. പോർട്ടൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നിങ്ങളുടെ പേര്, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കറസ്പോണ്ടിങ് ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ ആ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ജെൻഡർ, ഹൗസ് നെയിം, പ്ലേസ്, ലൊക്കാലിറ്റി, ഡിസ്ട്രിക്ട്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം, ഒരു നമ്പർ ഉണ്ടാവണം. അങ്ങനെ ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യുക. ഒരു റിക്കവറി ക്വസ്റ്റ്യൻ എന്താ സംഭവം, നിങ്ങൾ ഈ ക്രെഡൻഷ്യൽസ് മറന്നുപോയാൽ നിങ്ങളുടെ അക്കൗണ്ട് വീണ്ടും എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു റിക്കവറി ക്വസ്റ്റ്യൻ. ദെൻ നിങ്ങൾക്ക് ആധാർ ഡീറ്റെയിൽ എടുക്കാനായിട്ടുള്ള കൺസെന്റ് കൊടുക്കണം. ആധാർ ഡീറ്റെയിൽ കൊടുക്കാനുള്ള കൺസെന്റ് കൊടുത്തു കഴിയുമ്പോൾ മൊബൈലിലേക്ക് ഏത് നമ്പറിലാണ് ആധാർ അറ്റാച്ച് ചെയ്ത് ആധാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു OTP വരുന്നത് വെച്ചാൽ ഈ നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഇൻഫർമേഷൻസ് ഈ ഡിസ്ട്രിക്ട് പോർട്ടലിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ പെർമിഷൻ കൊടുക്കുന്നു എന്ന്. ആ പെർമിഷൻ കൊടുക്കുന്നതിന് ഫലമായിട്ട് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ആ അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം ഇവിടെ സൈൻ ഇൻ ഓപ്ഷനിൽ പോയി നിങ്ങളുടെ ലോഗിൻ നെയിം, നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ ലോഗിൻ നെയിം, നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളുടെ പാസ്വേഡ്, അതിനുശേഷം താഴത്തെ ക്യാപ്ച അടക്കം ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പോർട്ടലിലേക്കാണ് ഓപ്പൺ ആവുക. സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻസ്, മൈ ഗ്രീവിയൻസ്, RTA ആപ്ലിക്കേഷൻ, റവന്യൂ കേസസ്, ഇങ്ങനെ ഒരു ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ പോകേണ്ടത് വൺ ടൈം രജിസ്ട്രേഷനിൽ പോവുക. വൺ ടൈം രജിസ്ട്രേഷനിൽ പോയി ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ, ഇവിടെ നിങ്ങൾക്ക് എന്ത് സർവീസ് ആണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കുട്ടിയുടെ പേരിലേക്ക് ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ ആരുടെ പേരിലാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത് അയാളുടെ പേര് കൊടുക്കുക, അതിനുശേഷം ജെൻഡർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഏജ് കൊടുക്കുക, ആ പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആ ഫോട്ടോ എന്ന് പറയുന്നത് JPG ഫോർമാറ്റിൽ ഒരു 20 KB സൈസിന് താഴെയുള്ള ഇത് കൊടുക്കുക. അയാളുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും, യൂഷ്വലി എല്ലാവർക്കും പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആയിരിക്കും. അതല്ല വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ ഫാദറിന്റെ പേര്, അച്ഛൻ്റെ റിലീജിയൻ ഏത് കാറ്റഗറിയാണ്, അച്ഛൻ്റെ കാസ്റ്റ് ഏത്, അമ്മയുടെ പേര്, അമ്മയുടെ റിലീജിയൻ, അമ്മയുടെ കാറ്റഗറി, അമ്മ ഏത് കാസ്റ്റ് ആണ്, നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, കല്യാണം കഴിച്ചാണോ കല്യാണം കഴിച്ചില്ലയോ എങ്ങനെയാണ്, ഈ പറയപ്പെടുന്ന പ്രസന്റ് അഡ്രസ്സിൽ നിങ്ങൾ എത്ര വർഷമായിട്ട് താമസിക്കുന്നു, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അത്രയാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ കൊടുത്ത വൺ ഡേ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഒരു പുതിയ ആളെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഈ എഡിറ്റ് ചെയ്ത രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിവിടെ കുറച്ച് പേരുടെ ഡാറ്റ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ പേഴ്സണൽ ഡേറ്റ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പേഴ്സണൽ ഡേറ്റയും കാര്യങ്ങളും എല്ലാം ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റർ ചെയ്ത് നിങ്ങളുടെ പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, വെക്കാവുന്നത്. ഇനി ഇപ്പം നമ്മൾ ആ ഡേറ്റ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യും. ഈ തന്നിരിക്കുന്ന ഡേറ്റകൾ മാത്രം എൻ്റർ ചെയ്ത് ഈ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് സർവീസിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സർവീസ് എടുക്കാം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാം, ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കാം, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എടുക്കാം, ഇന്റർകാസ്റ്റ് മാരേജുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ലാൻഡ് സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ദെൻ ഭൂമിയുമായി പിന്നെ ഡിപ്പെൻഡൻസി മീൻസ് ഫാമിലി മെമ്പർ, ദെൻ ലീഗൽ ഹെയർ, ദാറ്റ് ഈസ് പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഡൊമിസൈൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ ഏത് സർട്ടിഫിക്കറ്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഇൻകം സർട്ടിഫിക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റിൽ പോകുന്നു. അപ്പോൾ അവർ ചോദിക്കും ഇൻകം സർട്ടിഫിക്കറ്റ് എന്ത് പർപ്പസിനാണ്, സ്റ്റേറ്റ് പർപ്പസിന് വേണ്ടിയാണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസിന് വേണ്ടിയാണോ, എവിടെയാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ ഇൻകം ഉള്ള ആളുകൾ ആരൊക്കെയാണ്, നിങ്ങൾക്ക് ഇൻകം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇൻകം ഉണ്ടാവും. അപ്പോൾ ആ ഇൻകം ഉള്ള വ്യക്തികളുടെ പേര് എൻ്റർ ചെയ്യുക, അതുപോലെ അവരുടെ ഇൻകം എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേരിലുള്ള പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എവിടെയൊക്കെ പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും എൻ്റർ ചെയ്യണം. ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ഏത് വില്ലേജിലാണ്, സർവേ നമ്പർ എന്താണ്,
തൻ്റെ പേര് നമ്പർ എന്താണ്. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എത്ര പ്രോപ്പർട്ടിയാണ് അത്രയും പേര്. ഫോർ എക്സാമ്പിൾ വീണ്ടും ആഡ് ചെയ്യണം, വീണ്ടും ആഡ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങളുടെ ഫുൾ ഡേറ്റ, അതായത് ഏതൊക്കെ താലൂക്കുകളിൽ ഏതൊക്കെ വില്ലേജുകളിൽ പ്രോപ്പർട്ടി ഉണ്ടോ ആ പ്രോപ്പർട്ടികൾ മുഴുവൻ എൻ്റർ ചെയ്യേണ്ടതാണ്. അത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി അറ്റാച്ച് ചെയ്യണം. റേഷൻ കാർഡിൻ്റെ നമ്പർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതായിക്കോളും. നിങ്ങൾക്ക് ഒരു സാലറിയുടെ പേഴ്സൺ സാലറിയുടെ സർട്ടിഫിക്കറ്റ് ഒരു കോപ്പി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു സാലറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതിനുശേഷം നിങ്ങൾ വേണ്ടത് ലാസ്റ്റായിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത നിങ്ങൾ നികുതി അടച്ച റെസിപ്റ്റ്, ടാക്സ് റെസിപ്റ്റ്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഇൻകം പ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഇൻകം പ്രൂവ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്. പിന്നെ ഈ അഫിഡവിറ്റ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പുതിയതായിട്ട് നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു അഫിഡവിറ്റ് സൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അഫിഡവിറ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റ എല്ലാം കറക്റ്റാണ്, ഈ ഡേറ്റ തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ്, എനിക്ക് ഇഷ്യൂ ചെയ്ത ഇൻകം സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യപ്പെടുന്നതാവും. അപ്പോൾ ഞാൻ കൊടുത്ത ഡീറ്റെയിലുകളെല്ലാം കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് എന്ന് പറയുന്ന സത്യവാങ്മൂലം, ആ പേപ്പറിനകത്ത് നിങ്ങളത് ഡേറ്റ എഴുതിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ അഫിഡവിറ്റ് എന്താണെന്നുള്ള അഫിഡവിറ്റ് കോപ്പി കൂടി നിങ്ങളെ കാണിക്കുന്നു. അതിനുശേഷം എത്രയാണ് റിക്വയർഡ് പേയ്മെന്റ്, ആ പേയ്മെന്റ് സെക്ഷനിലേക്ക് പോയി നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഓൺലൈൻ മോർ സർവീസിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ദെൻ വൺ ഡേ രജിസ്ട്രേഷനിൽ പോയി ഹോമിൽ പോയി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഹോമിൽ പോയി ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ എന്തായാലും കൃത്യമായിട്ട് കിട്ടും. ആരുടെ പേരിലാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നതാവും. സർട്ടിഫിക്കറ്റ് റെഡി ആയി കഴിയും മെസ്സേജ് വരുന്നതാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുമായിട്ട് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് അതുകൂടെ മെസ്സേജ് വരുന്നതാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ കൊടുത്ത ഡോക്യുമെന്റ് വീണ്ടും റീ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ചില കേസുകളിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ പറയപ്പെടുന്ന ഓഫീസിൽ പോയി കൺസേൺ ഓഫീസറെ കാണേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് വന്നാൽ നിങ്ങൾ ആ ഓഫീസറെ പോയി കാണുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് RT ആപ്ലിക്കേഷൻ വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. വ്യൂ മൈ RT ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾ പുതിയൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടാണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓൺലൈൻ സർവീസസ് ഗോ ഫോർ, ഇതിനകത്ത് RT വരുന്നുണ്ടോ? ഇല്ല, RT വന്നിട്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാം, ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കാം, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, റിലേഷൻഷിപ്പ്, ലീഗൽ ഹെയർ, ഇങ്ങനെ ഇവിടെ താഴെ മാരേജ് സർട്ടിഫിക്കറ്റ്, ലാൻഡ് സർട്ടിഫിക്കറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ, ഇങ്ങനെ ഇഷ്ടം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ലുകൾ അടയ്ക്കണമെങ്കിൽ അതുകൂടി നിങ്ങളുടെ ഡേറ്റ എൻ്റർ ചെയ്ത് കൂടെ നിങ്ങൾക്ക് അതും ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേരിയസ് ഇൻഫർമേഷൻസ് ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്ന് അക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.